Hello friends, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ബുള്ളറ്റിന്റെ ബാറ്ററി ഡൗൺ ആയി വണ്ടി സ്റ്റാർട്ട് ആകാതെ വന്നാൽ ബാറ്ററി നിങ്ങൾക്ക് തന്നെ എങ്ങനെ സ്വന്തമായി അഴിച്ചെടുത്ത് അടുത്തുള്ള ബാറ്ററി ഷോപ്പിൽ കൊണ്ടുചെന്ന് ചാർജ് ചെയ്ത ശേഷം നിങ്ങൾക്ക് തന്നെ എങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വണ്ടി എടുക്കാതെ വെച്ചിരിക്കുന്ന സാഹചര്യത്തിലും ബാറ്ററി സെൽ കംപ്ലൈന്റ് ആകുന്ന സാഹചര്യത്തിലും ബാറ്ററി വാട്ടർ ഇല്ലാത്തപ്പോഴുമാണ് കൂടുതലായി ബാറ്ററി ഡൗൺ ആകുന്നത്. ബാറ്ററി വാട്ടർ വരുന്ന മോഡലുകളിൽ എല്ലാ സർവീസിലും ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ബാറ്ററി ഡൗൺ ആയി നിങ്ങളുടെ വണ്ടി വഴിയിലായാൽ ബാറ്ററി അഴിച്ചെടുത്ത് അടുത്തുള്ള ബാറ്ററി ഷോപ്പിൽ എത്തിച്ച് ബാറ്ററി ചെക്ക് ചെയ്യുക. ബാറ്ററി കംപ്ലൈന്റ് ആണെങ്കിൽ പുതിയ ബാറ്ററി നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചാർജ് ഡൗൺ ആയതാണെങ്കിൽ 5 മുതൽ 10 മണിക്കൂർ വരെ ബാറ്ററി ഷോപ്പിൽ ബാറ്ററി ചാർജിന് ഇട്ട ശേഷം തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ബാറ്ററി ചാർജ് ചെയ്ത് തിരിച്ചു വെച്ച ശേഷം പിന്നെയും ബാറ്ററി ഡൗൺ ആകുന്നുവെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ വണ്ടി എത്തിച്ച് RR യൂണിറ്റും മാഗ്നറ്റിക് ഓയിലും എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കായി ഇവിടെ ക്ലാസിക് 350യുടെ ബാറ്ററിയാണ് ഊരി കാണിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സിൽ മറ്റ് മോഡൽസിൻ്റെയും ബാറ്ററി റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ സൈഡ് ബോക്സ് ഈ കാണുന്നത് പോലെ തുറന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ടൂൾ കിറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ടൂൾ കിറ്റിനകത്ത് നമുക്ക് ബാറ്ററി ഇളക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ടൂൾ ലഭ്യമാണ്. ബാറ്ററി ഇളക്കിയെടുക്കുവാൻ വേണ്ടി ടൂൾ കിറ്റിൽ നിന്ന് നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു ടൂളാണ് സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ. സ്റ്റാർ അല്ലെങ്കിൽ 10-12ന്റെ ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ വണ്ടിയുടെ ചാവി ഉപയോഗിച്ച് വണ്ടിയുടെ ബാറ്ററി കവർ ആദ്യം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാണുന്ന ബ്ലാക്ക് കവർ നെഗറ്റീവും റെഡ് കവർ പോസിറ്റീവുമാണ്. ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത് നെഗറ്റീവ് ടെർമിനലാണ്. നമ്മുടെ ഈ സ്ക്രൂ ഡ്രൈവർ 2 വശം വരുന്നതാണ്. ഒരു വശം സ്റ്റാറും മറുവശം മൈനസും. നമുക്കിപ്പോൾ ഇവിടെ ബാറ്ററി റിമൂവ് ചെയ്യാൻ സ്റ്റാറിന്റെ വശമിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പോസിറ്റീവ് നെഗറ്റീവ് മാർക്കിംഗ് ബാറ്ററിയിലും വരുന്നുണ്ട്, അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് മോഡൽ വണ്ടികളുടെ ബാറ്ററി റിമൂവ് ചെയ്യേണ്ടി വന്നാലും ഫസ്റ്റ് നെഗറ്റീവ് ടെർമിനൽ മാത്രം റിമൂവ് ചെയ്യുക. ഈ കാണുന്നത് പോലെ സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇടത്തേക്ക് തിരിച്ച് 10ന്റെ ബോൾട്ട് ലൂസ് ചെയ്യാവുന്നതാണ്. 14 ആംസിന്റെ ടെർമിനൽ ഉള്ളിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററികൾ റിമൂവ് ചെയ്യാൻ 10ന്റെ ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ നെഗറ്റീവ് ടെർമിനൽ അഴിച്ചു മാറ്റിയ ശേഷം മാത്രമാണ് പോസിറ്റീവ് ടെർമിനൽ അഴിച്ചു മാറ്റേണ്ടത്. ഫസ്റ്റ് പോസിറ്റീവാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂൾ വണ്ടിയുടെ ബോഡിയിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ബോഡി ഷോട്ടിങ്ങിന് കാരണമാകുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് നെഗറ്റീവ് ടെർമിനൽ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ 2 ടെർമിനൽസും റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഊരിയെടുക്കേണ്ടത് ഈ കാണുന്ന ബാറ്ററി സപ്പോർട്ടിംഗ് ബെൽറ്റ് ആണ്. ഈ കാണുന്നത് പോലെ ബെൽറ്റ് ചെറുതായിട്ടൊന്ന് വലിച്ച ശേഷം നമുക്ക് ബാക്കിലത്തെ ക്ലാമ്പിൽ നിന്നും ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന സപ്പോർട്ടിംഗ് ബെൽറ്റ് കൂടി ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി വണ്ടിയിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഊരിയെടുത്ത ബാറ്ററി നിങ്ങൾക്ക് അടുത്തുള്ള ബാറ്ററി ഷോപ്പിൽ എത്തിക്കാവുന്നതാണ്. ഈ 2 ടെർമിനൽസിനകത്തും 10ന്റെ ബോൾട്ട് കണക്ട് ചെയ്യുന്ന ഓരോ നെറ്റ് കൂടി വരുന്നുണ്ട്. അത് കളഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഈ ഒരു നെറ്റിലോട്ടാണ് നമ്മൾ 10ന്റെ ബോൾട്ട് കണക്ട് ചെയ്യുന്നത്. ഈ കാണുന്ന രീതിയിൽ തന്നെ തിരിച്ച് നെറ്റ് അകത്തേക്ക് വയ്ക്കുക. ഇനി എങ്ങനെയാണ് ബാറ്ററി തിരിച്ച് വണ്ടിയിൽ നമുക്ക് ഫിക്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ കാണുന്നത് പോലെ തന്നെ ബാറ്ററി ക്ലാമ്പിനകത്തേക്ക് ബാറ്ററി കറക്റ്റായിട്ട് കയറ്റി വയ്ക്കുക. അതിനുശേഷം തിരിച്ച് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യേണ്ട ടെർമിനൽ പോസിറ്റീവാണ്. അതിനുശേഷം മാത്രമാണ് നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ഊരി മാറ്റിയ 10ന്റെ ബോൾട്ട് ഈ കാണുന്നത് പോലെ ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ബോൾട്ട് നെറ്റിലേക്ക് പിടിപ്പിച്ച് സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ അകത്തേക്ക് കയറ്റി വെച്ച ശേഷം മാത്രമാണ് സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമാണ് നെഗറ്റീവ് ടെർമിനൽ ടൈറ്റ് ചെയ്യേണ്ടത്. 10ന്റെ ഈ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ 10ന്റെ ഡബിൾ എൻഡ് സ്പാനറോ 10ന്റെ ടീറാഡോ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാൻഡേർഡ് 350 മോഡൽ വണ്ടികളിൽ 10ന് പകരം 8ന്റെ ബോൾട്ടാണ് വരുന്നത്. നെഗറ്റീവ് ടെർമിനലും ഈ കാണുന്നത് പോലെ മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടെർമിനൽ കണക്ഷൻ മാറിക്കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാണിച്ചതുപോലെ തന്നെ 2 ടെർമിനൽസും കറക്റ്റായി തന്നെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്നത് പോലെ തന്നെ ബാറ്ററി സപ്പോർട്ടിംഗ് ബെൽറ്റ് കൂടി ബാക്കിലത്തെ ക്ലാമ്പിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ സൈനിങ് ഔട്ട്.